ഹലോ ഫ്രണ്ട്സ്, കറിച്ചിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ മാങ്ങാൻ കൊണ്ട് ഒരു ലഡു ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, അടിപൊളിയായിരിക്കും. നിങ്ങൾ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്ത് നോക്കാം. ധാരാളം മാങ്ങയൊക്കെ ഉള്ള സമയത്ത് ഇത് ചെയ്താൽ വളരെ രുചികരമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഒരു 3-4 നല്ല പഴുത്ത മാങ്ങ എടുക്കുക. ഇതിന് നമ്മൾ നന്നായിട്ട് ഇതുപോലെ എല്ലാം പൂളിയെടുക്കണം. എന്നിട്ട് ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരണ്ടി എടുക്കുക. എന്നിട്ട് ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു തവയിലിട്ടിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്യണം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഒരു ജാറിൽ നമ്മൾ പൂളി വെച്ച മാങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങയുടെ ഒപ്പം ഒരു 1/2 കപ്പിനോളം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തേങ്ങയിലേക്ക് നമുക്ക് കുറച്ചൊരു 1/2 ടീസ്പൂണ് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തതിന് പിന്നെ കുറച്ച് നമ്മൾ തേങ്ങ മാറ്റി വെക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച മാങ്ങാപ്പഴം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേറെ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യാനില്ല. ഇത് നന്നായിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. നല്ല കട്ടിക്ക് വരുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഇതിനൊരു ഏകദേശം അരമണിക്കൂറിനത്രയും വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് കട്ടിയായി വരും, അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ട ഈ ഒരു പരുവം വരും ഇത്. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി വയ്ക്കുക. ഫുള്ള് തണുക്കാൻ പാടില്ല. അവർ ചെറിയ ചൂടോടെ ഇതിനെ എടുത്തിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പുരട്ടിയിട്ട് ഇതിനെ നന്നായിട്ട് ബോളാക്കി ഉരുട്ടിയെടുക്കുക. ഇതിനെ നിങ്ങൾക്ക് ഏത് വലിപ്പമാണ് വേണമെങ്കിൽ ആ വലിപ്പത്തിന് ഇതിനെ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഇതുപോലെ എല്ലാ ലഡു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് നമ്മളെല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ കുറച്ച് മാറ്റി വെച്ചതിനകത്ത് ഇതുപോലെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. ഇതുപോലെ ഓരോ ലഡുവും നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുക. തേങ്ങ അതിൻ്റെ പുറത്ത് വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്ത് നോക്കാം.
ഇതുപോലെ എല്ലാം റെഡിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ രുചി പറഞ്ഞ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മിക്സ് ചെയ്ത് ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഡെക്കറേഷന് വേണ്ടി വെളുത്തയും കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാദാമിൻ്റെ 2 സ്ലൈഡ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.